ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ നല്ല നാടൻ രീതിയിലുള്ള മുട്ട മുരിങ്ങയില തോരനാണ്. മുട്ടയും മുരിങ്ങയിലയും കൊണ്ടുള്ള ഈ തോരന് ഒരുപാട് ഗുണങ്ങളുണ്ട്, അതുപോലെ തന്നെ നല്ല രുചിയുമാണ്. ഇതിനു വേണ്ടി ഏകദേശം ഞാനൊരു 3 തണ്ടോളം മുരിങ്ങയില എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഇലയെല്ലാം ഊരിയെടുത്തിട്ടുണ്ട്, പക്ഷേ ചെറിയ കമ്പും കളഞ്ഞിട്ടില്ല. ഇല മാത്രം ഊരിയെടുക്കാൻ പറ്റുമെങ്കിൽ നോക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ കമ്പും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ടത് 2 മുട്ടയാണ്. ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് 3 ചുമന്നുള്ളി അരിഞ്ഞതും 2 പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. മുരിങ്ങയിലയും ചേർത്ത് വഴറ്റിയെടുക്കാം. മുരിങ്ങയില പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി മുരിങ്ങയിലയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അല്പസമയം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു ചെറിയ കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. തേങ്ങയൊക്കെ നന്നായിട്ട് വഴന്നു വരുന്നത് വരെ വഴറ്റിയെടുക്കണം. ഈ സമയത്തെല്ലാം തീ കുറച്ച് വെച്ചാൽ മതി. നന്നായിട്ട് വഴന്നു കഴിയുമ്പം നമ്മൾ ഈ തേങ്ങയുടെയും മുരിങ്ങയിലയുടെയും മിക്സ് ഒന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് മുട്ടയൊന്ന് ചേർത്ത് കൊടുക്കാനാണ്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 2 മുട്ട ഈ സൈഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള അല്പം ഉപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. മുട്ട നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കണം. മുട്ടയിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കിയെടുക്കണം. സാധാരണ മുട്ട കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കെല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയാൽ എല്ലാവരും കഴിച്ചോളും. നമ്മൾ ഇതിനു വേണ്ടി ഏകദേശം ഒരു 3 തണ്ട് മുരിങ്ങയിലയാണ് എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്കൊരു 6 തണ്ട് വരെയൊക്കെ എടുക്കാം. ഇച്ചിരി കൂടെ മുട്ടയൊന്ന് വേവാനുണ്ട്. നമുക്ക് അല്പസമയം കൂടി ഒന്ന് ഇളക്കി വേവിച്ചെടുക്കണം. ഇപ്പം ഏകദേശമായിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് മുരിങ്ങയിലയുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഏകദേശം ഒരു 1 മിനിറ്റോളം നന്നായിട്ട് വഴറ്റിയിട്ട് ഫ്ലെയിം ഓഫാക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, മുട്ട നന്നായിട്ട് വെന്തിട്ട് മാത്രമേ മുരിങ്ങയിലയുമായിട്ട് മിക്സ് ചെയ്യാവുള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുപോലെ രുചികരമായ വേറൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.